വലിയപറമ്പ് ഇടയിലക്കാട് റോഡിലെ ദുർഘടയാത്രയ്ക്ക് അറുതിയില്ല. മെക്കാഡം ടാറിങ്ങിനായി റോഡ് വെട്ടിപ്പൊളിച്ച് മാസങ്ങൾ പിന്നിടുന്നു. പേരിൻ തുടങ്ങിവെച്ച റോഡ് പണി ഇപ്പോൾ യാത്രക്കാർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വലിയപറമ്പ് ഇടയിലക്കാട് റോഡിലൂടെയുള്ള യാത്ര ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടുതൽ ദുഷ്കരമായി മാറുകയാണ്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല, റോഡിന് ഇരുവശത്ത് താമസിക്കുന്നവർക്കും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വരുന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷമാണ് റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. എന്നാൽ കരാറുകാരൻ പ്രവൃത്തി ഉപേക്ഷിച്ചതോടെ റോഡിന്റെ അവസ്ഥ ദയനീയമായി. മെക്കാഡം ചെയ്യുന്നതിനായി പാറപ്പൊടിയും സിമെന്റും വിരിച്ച റോഡിൽ ഇപ്പോൾ ചരലുകൾ ഇളകിക്കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന അതിരൂക്ഷമായ പൊടി കാരണം റോഡരികിലെ വീട്ടുകാർക്കും സ്ഥാപനങ്ങളിലുള്ളവർക്കും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരെ ഈ പൊടിശല്യം കാരണം പ്രദേശവാസികളെ വേട്ടയാടുന്നു. പരിസരവാസികൾ റോഡിൽ വെള്ളം തളിച്ചാണ് അസഹനീയമായ പൊടിശല്യത്തിന് താൽക്കാലിക പരിഹാരം കാണുന്നത്. എന്നാൽ വെയിൽ കടുക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും റോഡുടങ്ങി പൊടി ഉയരും. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വലിയപറമ്പിലേക്ക് എത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികൾ ഈ ദുർഘടമായ പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, പ്രൈമറി സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. പഴയ കരാറുകാരനെ നീക്കം ചെയ്തെങ്കിലും റേറ്റൻഡർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. എത്രയും വേഗം ടാറിംഗ് പൂർത്തിയാക്കി തങ്ങളുടെ ശ്വാസം മുട്ടലിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.